ഹായ് നമസ്കാരം. എമ്പുരാനാണ് എന്നത് അല്ലേ, എമ്പുരാൻ മയം. ഇന്ന് രാവിലെ മുതൽ 6 മണിക്ക് മുതൽ നമ്മുടെ സോഷ്യൽ മീഡിയ അടക്കി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് എമ്പുരാൻ. നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ നിറയുന്നുണ്ട്. എവിടെ വാട്സപ്പ് സ്റ്റാറ്റസുകൾ എടുത്താലും എവിടെ എടുത്താലും അത് സ്വാഭാവികമാണല്ലോ. ഏതൊരു കാര്യത്തിനും നെഗറ്റീവും പോസിറ്റീവും ഒക്കെ എന്തായാലും നമ്മൾ ആളുകൾ പറയും. ഞാൻ കുറേ കാലമായിട്ട് സിനിമ റിവ്യൂ ഒന്നും പറയാറുണ്ടായില്ല. പക്ഷെ ഇന്നലെ ഞാൻ എമ്പുരാനെ ബേസ് ചെയ്തിട്ടൊരു വീഡിയോ ഇട്ടത് കാരണം ഇന്ന് എന്തായാലും അതിനെപ്പറ്റി ഒന്ന് പറയണമെന്ന് ഓർത്തു. ഇന്ന് 11 മണിയുടെ ഷോയാണ് സിനിപോളീസിൽ, എറണാകുളം സിനിപോളീസ് സെൻട്രൽ സ്ക്വയർ മാളിൽ പോയി കണ്ടത്. ഫസ്റ്റ് ഹാഫ് ഭയങ്കരമായിട്ട് ലാഗ് ചെയ്യുന്ന പോലെ തോന്നി. സെക്കൻഡ് ഹാഫിൽ അത്യാവശ്യം നല്ല രീതിയിൽ സിനിമ പോകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ട്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ളൊരു വ്യൂസ് ഉണ്ടാവും സിനിമയെ പറ്റിയിട്ട്. നമുക്കറിയാം, മുരളി ഗോപിയുടെ തിരക്കഥ, പൃഥ്വിരാജിൻ്റെ സംവിധാനം, ലാലേട്ടനും മഞ്ജു വാര്യറും ടോവിനോയും എല്ലാവരും അഭിനയിച്ച് അടിപൊളിയാക്കുന്ന ഒരു ചിത്രം എന്നാണ് നമ്മളുടെ വലിയ പ്രതീക്ഷ അല്ലേ. പ്രതീക്ഷ അസ്ഥാനത്തായോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലേ, നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന മോഹൻലാൽ ക്യാരക്ടറിനെയാണ് കൂടുതലായിട്ടും. ഞാൻ പൊതുവെ മനസ്സിലാക്കിയൊരു കാര്യമാണ് കേട്ടോ, പൊതുവെ ഈ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് മനസ്സിലാക്കിയൊരു കാര്യമാണ്, സ്റ്റീഫൻ നെടുമ്പള്ളിക്കാണ് ഇമ്പോർട്ടൻസ്. അബ്രഹാം ഖുറൈഷിക്കോ അല്ലെങ്കിൽ സെയ്ദ് മസൂദിനോ വലിയൊരു ഇമ്പോർട്ടൻസ് നമ്മുടെ ഇടയിലുള്ള ആളുകൾ കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്റ്റീഫൻ നെടുമ്പള്ളി ഇവിടുത്തെ രാഷ്ട്രീയം അല്ലെങ്കിൽ ഇവിടുത്തെ സാഹചര്യങ്ങളെയൊക്കെ കാണിച്ച് അതുമായിട്ട് ആ കഥ മുന്നോട്ട് പോകുമ്പോഴാണ് ആളുകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുക. പക്ഷെ ഇത് എന്തോ തുടങ്ങി ഫസ്റ്റ് ഹാഫ് നമ്മളുമായിട്ട് ബന്ധമില്ലാത്ത കുറേ കഥകളും അത് ആളുകൾക്ക് കണക്റ്റഡ് ആവാഞ്ഞിട്ടാണോ എന്തോ, എനിക്കും പറഞ്ഞ പോലെ പൊതുവേ ആ ഒരു ഫസ്റ്റ് ഹാഫ് അത്രക്കങ്ങ് സൂചിച്ചില്ല. പിന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോഴാണ് എന്താ പറയുക, പ്രിയദർശിനി രാംദാസ് എന്ന് പറയുന്ന മഞ്ജു വാര്യറിൻ്റെ ക്യാരക്ടറിന് പോലും ഒരു വലിയൊരു സ്ട്രെങ്ത് ആ സിനിമയിൽ വരുന്നത്. ജതിൻ രാംദാസിൻ്റെ ഒരു എന്താ പറയുക, ഒരു സ്റ്റൈൽ അതിൽ പ്രകടമാകുന്നത്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഒരു എൻട്രി എന്നൊക്കെ പറയില്ലേ, സ്റ്റീഫൻ നെടുമ്പള്ളിയെ കാണാനാണ് ആളുകൾ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്. മുണ്ടുടുത്ത ലാലേട്ടൻ, അല്ലെങ്കിൽ ഈ മലയാളിയായിട്ടുള്ള ഒരു കഥ കൊണ്ടുപോകുന്ന ആളെയാണ് എല്ലാവർക്കും ഇഷ്ടം. പിന്നെ ഇപ്പോൾ ഒരു L3 കൂടി അവർ ദ ബിഗിനിങ് എന്നും കൂടി അതിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് എന്താവുമെന്നും നമുക്കറിയില്ല. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കൊള്ളാം ആസ് യൂഷ്വൽ, ദീപക് ദേവിൻ്റെയാണ്. മറിച്ച് സിനിമയിൽ നമ്മളങ്ങോട്ട് പൂർണ്ണമായിട്ട് തൃപ്തിപ്പെടുത്തുന്ന എന്തൊക്കെയോ കണ്ടൻറ്റുകളുടെ ഒരു കുറവ് സിനിമയിൽ അവിടെ ഇവിടെയായിട്ട് ഫീൽ ചെയ്തു. പിന്നെ വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ളൊരു സിനിമയാണ് എന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. ടിക്കറ്റ് ബുക്ക് ചെയ്ത ആളുകളൊക്കെ എന്തായാലും പോയി കാണും. അപ്പോൾ ഈ ടീമിൽ നിന്ന് കുറച്ചും കൂടി നല്ലൊരു എക്സ്പെക്റ്റേഷൻ ആയിരുന്നു നമുക്ക്. പിന്നെ ഓഫ് കോഴ്സ് അതിൻ്റെ ലൊക്കേഷൻസൊക്കെ അടിപൊളിയാണ്, സിനിമറ്റോഗ്രാഫി കൊള്ളാം, ആക്ഷൻ സീക്വൻസസ് കൊള്ളാം, അങ്ങനെ ലാലേട്ടൻ്റെ കുറേ കാര്യങ്ങളൊക്കെ മികച്ചതാണ്. പിന്നെ എന്താ പറയുക, ആവശ്യമില്ലാത്ത ചില കഥാപാത്രങ്ങളൊക്കെ സ്യൂട്ടബിൾ ആകാത്ത ആളുകൾ ഉൾക്കൊണ്ട പോലെ എനിക്ക് തോന്നി. അതൊന്നും വേണ്ടായിരുന്നു എന്ന് തോന്നി. എനിവേ വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു മൂവിയാണ് എമ്പുരാൻ എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ബുക്ക് ചെയ്ത ആളുകളായിട്ടുള്ള നിങ്ങളൊക്കെ പോയി കാണുക. എന്താണെങ്കിലും L3 വരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ നന്നാക്കാനായിട്ട് ഈ ടീം ശ്രദ്ധിക്കും എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഓക്കെ, താങ്ക് യു.